തീക്കട്ട വായിക്കട്ടതുകൊണ്ടാണ്. അങ്ങനെ ഉറപ്പായല്ലോ, കുഞ്ഞ് അറിയാതെ എടുത്തതാണ്. ഇയാളെ മുഖത്ത് നോക്കി നിങ്ങൾ മണ്ണിട്ട് പോട്ടെ, വില പഠിച്ചോന്റെ എന്ത് വില പഠിച്ചോണ്ട് അങ്ങനെയുണ്ടല്ലേ. പിന്നെ വലിയ വലിയ ആളാണ്, പക്ഷെ ഔത്തേക്കെത്തുമ്പോ അത്ര തന്നെ വില പഠിച്ചോനല്ലേ. വാർത്തന്റെ മുഖത്ത് നോക്കിട്ട് വല്ലാണ്ട് ആശയം അങ്ങോട്ട് പറഞ്ഞപ്പോ ആശയോട് പറഞ്ഞു പോട്ടനത്തെ എന്ത് പോട്ടനെ പള്ളിയില്ലേ. അങ്ങനെ കുഞ്ഞിങ്ങനെ വളരുകയാണ്. ശരിക്കും ഞാൻ പറയാണ്, കുഞ്ഞിങ്ങനെ വളർന്ന് വളർന്നൊരു ദിവസം ഫിറൗന്റെ കൊട്ടാരത്തില് ഒരു പക്ഷി വന്നിട്ട് ഡോറിൽ കരഞ്ഞപ്പോ മൂസ പറഞ്ഞു, ആ പക്ഷി പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പൊ കുട്ടി പറയാണ്, ആ പക്ഷി പറഞ്ഞത് ഒന്നുമല്ലാത്ത ഒരു ഗതിയുമില്ലാത്ത ചില തെണ്ടികളെ അല്ലാഹു രാജാവാക്കുന്നു എന്നാണ്. ആർക്ക് വെച്ചത്? വില പഠിച്ചു. ഇത് കേട്ടപ്പോ നീ വലിയ ആളല്ല അവനൊക്കെ പറഞ്ഞു. ഫിറഔന് വാളെടുത്തു, ഒറ്റ വെട്ട് രണ്ട് കാട്ടിനായി. മോശ വിട്ടില്ല, ഓടിച്ചത് രണ്ട് കാട്ടിനെ പിടിച്ചിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ കുതിരത്തുകൊണ്ട് ഓടിക്കോ. നിങ്ങൾക്ക് എന്ത് വിരാന്തി? ഇതിനെ കൊല്ലുന്ന പിന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഫിറൗന് ഫുഡ് 3 നേരം ഒരു ഫുൾ ആട, ഓരോ ഫുൾ ആടിങ്ങനെ പൊടിച്ചു കൊണ്ടു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കിബിറിന്റെ ഭാഗം പറഞ്ഞു. ഇത് മൂസക്കത്തിനെ പിടിച്ചില്ല. കുട്ടിങ്ങനെ വളരെയാണ്. മൂസ പറഞ്ഞു അള്ളാന്റെ കുതിരത്ത് കൊണ്ട് നീ ഓടിക്കോ. ആട് എണിക്കറ ഓടാൻ ഫിറൗൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആസിയ കൊണ്ടണ ബാള് എന്തിനി ആസിയ പറഞ്ഞു കൊല്ലണ്ടി അല്ല, പിന്നെ ഇതിനെ സംരക്ഷിക്കണം. നിങ്ങോ പണ്ട് കിനാവ് കണ്ടിട്ടില്ലേ? ഒരു ആൺകുട്ടി ആ ആൺകുട്ടി എവിടെയെങ്കിലും ജനിച്ചിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ നേരിടാൻ ഈ കുട്ടി മതി. ആ കുട്ടിയെ നേരിടാൻ ഈ കുട്ടി മതി. ഇത് കേട്ടപ്പോ ഫിറൗൻ ചൊല്ലി കൊടുക്കണ നേന്ത്രകായ കുട്ടി വളരട്ടെ. അങ്ങനെ നേന്ത്രകായ ഭൂമി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഉഷാറായി കുട്ടി ഇങ്ങനെ വളർന്ന് നല്ലൊരു 25 വയസ്സുള്ള യുവാവായി നമ്മുടെ മൂസ. ആ യുവാവായ മൂസ ഇതാ ഒരു ദിവസം കുടുംബത്തിൽ ഒരു മലയായി മാറി മൂസ പോലെ മലയായി കരറും അതാ ചോദിച്ചാൻ. നമ്മൾ നിർത്തി വെച്ചത് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാകും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം നടന്നു. ആ കുട്ടിയെ പെട്ടിയിലിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൈൽ നദിയിലേക്ക് ഒഴുക്കപ്പെട്ടു. അല്ലേ? ആ കുട്ടിയുള്ള പെട്ടി ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് എത്തപ്പെടുന്നു. മുല കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ ഉമ്മമാരെ ക്ഷണിക്കുന്നു. സ്വന്തം ഉമ്മ തന്നെ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ ആ കുഞ്ഞ് കൊട്ടാരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് വളരുന്നു. അങ്ങനെ വളർന്ന് നമ്മുടെ മൂസ ഇപ്പോൾ ഒരു 25 വയസ്സുള്ള യുവാവായിട്ട് മാറിയിരിക്കുന്നു. എവിടെ? ഫിർഔന്റെ കൊട്ടാരത്തിൽ ഫിർഔന്റെ പാലും തേനും കുടിച്ചുകൊണ്ട് മൂസ എന്ന കുഞ്ഞ് വളർന്നു 25 വയസ്സ് രാജപുത്രനായിട്ട് ഫിർഔന്റെയും ആസിയ ബീവിയുടെയും പോറ്റുമകനായിട്ട്
മൂസ എന്ന കുട്ടി വളർന്നു 25 വയസ്സുള്ള യുവാവായിട്ട് അദ്ദേഹം അങ്ങോട്ട് മാറി. ഇപ്പോൾ രാജകുടുംബമാണ് മൂസ. ഈ രാജകുടുംബത്തിൽപ്പെട്ട മൂസ അതാ ഒരു ദിവസം പതിവ് പോലെ എല്ലാ ദിവസവും കറങ്ങാറുള്ളത് പോലെ മൂസ ഇതാ ഒരു ദിവസം കറങ്ങുകയാണ്. ആ ഭാഗം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്നത് നമ്മുടെ സുപ്രസിദ്ധ ഗായകന്മാരായ ജഅഫർ സൗദി പള്ളത്തൂർ, സാവിത്ത് കട്ടത്തടുക്ക, ശിബിലി ഉപ്പള, സിഹാബ് ഉജ്റ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. ആ ഭാഗം ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മിസ്രാജ കുടുംബത്തിൽ ഒരംഗമായി മാവരെ മാറി മലിനും മോഹബത്തിൽ മലരായി മാറി മൂസ മനം പോലെ വലരാകെ കരങ്ങുണ്ടേ മിസ്രാജ കുടുംബത്തിൽ ഒരമായവർ മാറി മലിക്കിനും മുഹബ്ബത്തിൽ മലരായി മാറി മൂസ മനം പോലെ വലരാകെ കരങ്ങുണ്ടേ ഇസ്രായേൽക്കെന്നും ഒരശസ്തതയുമില്ല വെറും ദാസ്യതപുവേല പണിക്കാരില്ല ഭരണം ഭരിക്കും മേൽ രാജ കുടുംബത്തിൽ ഒരമായവർ മാറി മലിക്കിനും മുഹബ്ബത്തിൽ മലരായി മാറി മൂസ മനം പോലെ വലുതാകെ കരങ്ങുണ്ടേ. അതെ, രാജകുടുംബാംഗമായി മൂസ ഇങ്ങനെ കറങ്ങുകയാണ്. ഒരു ദിവസം ഓരോ ദിവസങ്ങളും, കാരണം വലിയ പടച്ചവന്റെ മകനാണ്, അതുകൊണ്ട് ആരും ചോദിക്കില്ല, ആരും പറയില്ല. ഓരോ ദിവസവും ഓരോ വണ്ടി എടുത്തുകൊണ്ട് മൂസ ഇങ്ങനെ കറങ്ങുകയാണ്. ഇന്ന് വെള്ളക്കുതിരയാണെങ്കിൽ നാളെ കറുത്ത കുതിര, മറ്റന്നാൾ പുള്ളിക്കുതിര, അങ്ങനെ ഒരു വണ്ടി എടുത്തുകൊണ്ട് മൂസ ഇങ്ങനെ കറങ്ങുകയാണ്. മിസ്ർ വലിയ പടച്ചവന്റെ പോറ്റുപുത്രനല്ലേ. അങ്ങനെ മൂസ ഇങ്ങനെ കറങ്ങുമ്പോഴേക്കാണ് ജനങ്ങളൊക്കെ ബനീ ഇസ്രായേലരൊക്കെ മൂസയോട് പരാതി പറയും. കാരണം അവർക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്തപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ മൂസ രാജാവിന്റെ പോറ്റുപുത്രനല്ലേ, ഫിറൗന്റെ പോറ്റുപുത്രനല്ലേ. അതുകൊണ്ട് ആ രാജാവിനോട് സ്നേഹം കിട്ടുവാൻ വേണ്ടിയിട്ട് മൂസയോട് നാട്ടുകാർ പരാതി പറയും. അപ്പോഴേക്ക് മൂസ പറയും, നിങ്ങൾ സബൂർ ചെയ്യുക, നിങ്ങൾക്കൊരു മോചകനെ അല്ലാഹു തആല നൽകും, നിങ്ങൾ സമാധാനിപ്പിക്കുകയാണ്, നിങ്ങൾക്കൊരു മോചനെ അല്ലാഹു തആല നൽകും, നിങ്ങൾ ആശ്വസിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് മൂസ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം മൂസ ഇങ്ങനെ തന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ മൂസ ഒരു കാഴ്ച കാണുകയാണ്. എന്ത്? ഒരു കിബിത്തി, ഒരു ബനീ ഇസ്രായേൽ, അഥവാ ഒരു മുസ്ലിം, ഒരു ഫിറഔന്റെ ബനിയായി, രണ്ടുപേർ ഒരു റോഡിന്റെ വക്കിൽ വെച്ചുകൊണ്ട് സണ്ട കൂടുകയാണ്, ഗലാട്ടാക്കുകയാണ്. എന്താ സണ്ട എന്നറിയുമോ? ആ കിബിത്തിയായ ഫിറഔന്റെ അനുയായി മുസ്ലിമായ ബനീ ഇസ്രായേൽക്കാരനോട് പറയുന്നു, എടാ നിന്റെ വിറകിന്റെ കെട്ടി എനിക്ക് തരണം. അയാൾ വിറക് കൊത്തിയിട്ട് വരികയാണ്, വിറകിന്റെ കെട്ടി എനിക്ക് തരണം. അപ്പോഴേക്ക് ബനീ ഇസ്രായേൽ പറഞ്ഞു, ഞാൻ അത് വെറുതെ തരില്ല, ഞാൻ ഈ വിറക് കൊത്തിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് വേണം എനിക്ക് മക്കളെ പോറ്റാൻ, അതുകൊണ്ട് വെറുതെ ഞാൻ തരില്ല, എനിക്ക് പണം തരണം. അപ്പോഴേക്ക് കിബിത്തി പറയുകയാണ്, എടാ നീ ബനീ ഇസ്രായേൽ അല്ലടാ, നീ ഞങ്ങളുടെ അടിമയല്ലടാ, അതുകൊണ്ട് വിറകിന്റെ കെട്ടി എനിക്ക് താ. ഇവൻ തരൂല. അങ്ങനെ തർക്കത്തിലാണ് ഒരു ബനീ ഇസ്രായേലും ഒരു കിബിത്തിയും. ഇത് ആര് കാണുന്നു? രാജാവിന്റെ പോറ്റുപുത്രനായ മോശ അങ്ങോട്ട് കണ്ടു. ഇറങ്ങി വന്ന മോശ ചോദിച്ചാൽ എന്താ പ്രശ്നം? അപ്പോഴേക്ക് ആ പ്രശ്നം പറഞ്ഞു കൊടുത്തു. എന്ത്? ഞാൻ കാട്ടിൽ പോയി വിറക് കൊത്തിയിട്ട് ആ വിറക് വിറ്റുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ. എന്റെ മക്കളെ പോറ്റുന്നത്, എന്റെ ഭാര്യയെ പോറ്റേണ്ടത് ഈ വിറക് വെട്ടിയിട്ടാണ്. ഈ വിറകിന്റെ കെട്ട് ഇവനിക്ക് വെറുതെ ഞാൻ കൊടുക്കണമല്ലോ, ഞാൻ കൊടുക്കൂല, ഞാനത് വെറുതെ കൊടുക്കൂല, എനിക്ക്
പൈസ കിട്ടണം. കിബിത്തി പറഞ്ഞു, മോശേ ഇവൻ നമ്മളെ അടിമയല്ലേ, ഇവൻ ബനി ഇസ്രായേലല്ലേ, അവന്റെ വിറക് എനിക്ക് വേണം എന്നിവൻ സാക്ഷ്യം പിടിച്ചപ്പോ മോശ കൈ ഓങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഇവൻ കഷ്ടപ്പെട്ടുകൊണ്ട് കാട്ടിൽ നിന്ന് വിറക് വെട്ടി വന്നു, ആ വിറക് നിനക്ക് വെറുതെ വേണം അല്ലേ എന്ന് പറഞ്ഞിട്ട് ചെവിന്റെ കണ്ടൊക്കെ ഫിർഔന്റെ അനുയായി. പക്ഷേ കൊല്ലാൻ വേണ്ടി ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുത്തു. പക്ഷേ ഇത് കൊണ്ടത് മർമ്മത്തിലേക്കായി. കിട്ടിയ അടി മർമ്മത്തിലേക്കായപ്പോ കിബിത്തി ബോധരഹിതരായി വീണെന്ന് മാത്രല്ല ചത്തുപോയപ്പോ തൊട്ടു നോക്കുമ്പോ എയറില്ല, അനക്കമില്ല. മോശ പറഞ്ഞു, നമ്മളെ മൂസ പറഞ്ഞു, നീ നിന്റെ ബെറകിന്റെ കെട്ടുമായിട്ട് നീ പൊരക്ക് പോയിക്കോ, വിൽക്കാനാണെങ്കിൽ പീട കൊണ്ട് നിന്റെ ഔത്തേക്ക് പോ. പക്ഷേ ഉണ്ടായ സംഗതി നീ കണ്ടതുപോലെ ആക്കണ്ട, അറിഞ്ഞതുപോലെ ആക്കണ്ട. നീ കണ്ടിട്ടില്ല, സംഭവിച്ചിട്ടില്ല, വെച്ചാ നീ ആരോട് പറയാൻ. അങ്ങനെ സാമിരി ബെറകിന്റെ കെട്ടുമായി പോയി. കിബിത്തിന്റെ മയ്യത്ത് റോഡിന്റെ വക്കിൽ. കിബിത്തികൾ നോക്കുമ്പോൾ ഒരു ശകം കാണും. ആരാണ് നോക്കുമ്പോൾ കിബിത്തിയാണ്. ചത്തത് കിബിത്തിയാണെങ്കിൽ കൊന്നത് ബനി ഇസ്രായേലാണ്. ഇപ്പൊ കാണുന്നല്ലോ, എവിടെ പൊട്ടിയാലും അതിന് മുസ്ലിമിന്റെ പേരുണ്ടാവും അല്ലേ? എവിടെ പൊട്ടട്ടെ, അതിന് പണ്ടേ ഉള്ളതാണത്. അങ്ങനെ ചത്തത് കിബിത്തി ആയതുകൊണ്ട് കൊന്നത് ബനി ഇസ്രായേൽ എന്നവര് ബാധിച്ചു എന്ന് മാത്രമല്ല, ഈ മയ്യത്ത് എടുത്തുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു കിബിത്തികൾ. കൊലയാളിയെ പിടികൂടുക, കൊലയാളിയെ പിടികൂടുക, ഓരോ തുള്ളി ചോരക്കോ പകരം ഞങ്ങൾ ചോദിക്കോ, ഒന്നിന് 10 10-ന് 100, 10-ന് 100, ഒന്നിന് 10 10-ന് 100 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർച്ച് ഈ മയ്യത്തുമായിട്ട് കിബിത്തികൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. രാജാവ് അന്വേഷിച്ചു, എന്താ പ്രശ്നം? പറഞ്ഞു, നമ്മളെ കിബിത്തിയിൽപ്പെട്ട ഒരാളെ കൊന്നിരിക്കുന്നു. ആരാണ് കൊലയാളി? അത് ബനി ഇസ്രായേൽക്കാരാണ്. പിന്നെ അന്വേഷണം വേണ്ടല്ലോ. എന്താ അറിയേണ്ടത്? ആ ബനി ഇസ്രായേൽപ്പെട്ട ആരാണ് കൊന്നത് എന്ന് അറിയണം അല്ലേ? ആളെ തീരുമാനിച്ചു, ബനി ഇസ്രായേൽക്കാരാണ് കൊന്നത് എന്ന് തീർമാനിച്ചു. അത് നാട് നടപ്പാണ്. ചത്തത് കിബിത്തി ആയതുകൊണ്ട് കൊന്ന ബനി ഇസ്രായേൽ. പക്ഷേ ബനി ഇസ്രായേൽപ്പെട്ട ആരാണ് കൊന്നത് എന്നത് വല്ലാണ്ട് പ്രശ്നമായി, ചർച്ചയായി. അങ്ങനെ ഫിർഔനാകുന്ന രാജാവ് അന്വേഷണം പ്രഖ്യാപിച്ചു. CBI-യെയും പോലീസിനെയും പട്ടാളത്തെയും വിട്ടു. എല്ലാരെയും അന്വേഷിക്കാൻ വിട്ടു. ആരാണ് കൊലയാളി? മാസങ്ങളോളം പോലീസും പട്ടാളവും തെരഞ്ഞു, കൊലയാളിയെ പിടികിട്ടിയില്ല. ജനങ്ങൾ രോഷാകുലരാണ്. എന്ത് സർക്കാരാണിത്? ഒരു കൊലയാളിയെ പിടികൂടാൻ കഴിയാത്ത എന്ത് പട്ടാളമാണ്? എന്ത് CBI? എന്ത് പോലീസ്? നാട്ടുകാർ ചൂടായി. അങ്ങനെ രാജാവിന്റെ പ്രഖ്യാപനം വന്നു, ഇത്ര മാസത്തിന്റെ ഉള്ളിൽ, 3 മാസത്തിന്റെ ഉള്ളിൽ കൊലയാളിയെ പിടികൂടണം. പട്ടാളക്കാർക്ക് ഓർഡർ കൊടുത്തു, CBI നിയോഗിച്ചു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അവർ മാസങ്ങളോളം കറങ്ങി കൊലയാളിയെ പിടിക്കാൻ. പക്ഷേ കൊലയാളിയെ കിട്ടിയില്ല. കൊലയാളി 6 മാസമായിട്ടും കൊലയാളിയെ പിടിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ വല്ലാണ്ട് വിഷമത്തിലായി, വല്ലാണ്ട് ബേജാറിലായി. എന്തിനാണ് പോലീസ് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴേക്കാണ് 6 മാസങ്ങൾക്ക് ശേഷം മോസാസ് എന്ന ഈ യുവാവ് പലപ്പോഴുമായി കറങ്ങാറുള്ളത് പോലെ അന്നും ഇങ്ങനെ കറങ്ങുകയാണ്, അന്നും ഇങ്ങനെ യാത്രയിലാണ്. അങ്ങനെ രാജാവിന്റെ കൽപ്പന, കൊലയാളിയെ പിടിച്ചുകൊണ്ടുവരൂ. അങ്ങനെ പട്ടാളക്കാർ തിരയുന്നു, ആരാണ് കൊലയാളി, ആരാണ് കൊലയാളി? കൊലയാളിയെ കിട്ടിയില്ല. 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞു, 12 മാസം, 1 കൊല്ലം കഴിഞ്ഞു, കൊലയാളിയെ പിടികിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം മൂസ തന്റെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്, പതിവ് പോലെ കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങുന്നു. രാജാവും പ്രജകളൊക്കെ വല്ലാണ്ട് വിഷമത്തിലാണ്, കൊലയാളിയെ കിട്ടാതെ. മൂസ ഇങ്ങനെ കറങ്ങുമ്പോ അന്ന് 1 കൊല്ലങ്ങൾക്ക് മുമ്പ് കളാട്ടാക്കിയ, ചണ്ടാക്കിയ അതേ ബനി ഇസ്രായേൽക്കാരൻ, അന്നുണ്ടായ അതേ ബനി ഇസ്രായേൽക്കാരൻ ഇന്ന് വേറൊരു കിബിത്തിയുമായിട്ട് റോഡിന്റെ കരയിൽ അടിയാക്കുന്നു.
ഇത് കണ്ട മൂസ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഓ ഓ ഓ ഓ, അപ്പൊ നിനക്ക് ഇതന്നെ പണിയല്ലേ? ഞാൻ അന്ന് വരുമ്പോ നീ അടിയാക്കുന്നു, ഇന്ന് വരുമ്പോ നീ അടിയാക്കുന്നു, നിനക്ക് പണി ഇതന്നെ അല്ലേ എന്ന് കേട്ടിട്ട് മൂസ ഇങ്ങനെ ഇറങ്ങിട്ട് പോകുമ്പോ ഈ സാമിരി പറഞ്ഞു, മൂസേ മൂസേ മാപ്പാക്കണം, മൂസേ മാപ്പാക്കണം, നീ അന്ന് കിബിത്തിനെ കൊന്ന പോലെ ഇന്ന് എന്നെ കൊന്നിരണ്ട. മാപ്പാക്കണം മൂസേ മാപ്പാക്കണോ, നീ അന്ന് കിബിത്തിനെ കൊന്ന പോലെ ഇന്ന് എന്നെ കൊന്നിരണ്ട. ഇതാര് കേട്ട്? ഈ കിബിത്തി കേട്ട്. അന്ന് കിബിത്തിനെ കൊന്നിനെ ഈ മോശയാണ് പോലോ. ഇതറിഞ്ഞ കിബിത്തി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ഓടിയിട്ട് ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജ, കൊലയാളിയെ പൂർണ്ണ തെളിവോടെ പിടികിട്ടിയിരിക്കുന്നു, അത് നമ്മുടെ കൊട്ടാരത്തിലുള്ള മൂസയാണ് പോലോ. ഇത് വ്യക്തമായ തെളിവിൽ വെച്ചിരിക്കുന്നു. അന്ന് ആ കിബിത്തിയെ കൊന്ന കൊലയാളി അത് നമ്മളെ കൊട്ടാരത്തിലെ മൂസയാണ് പോലോ എന്ന് അറിഞ്ഞപ്പോൾ ഫിറഔൻ വിളിച്ചു, പട്ടാളക്കാർ ആരവിടെ? പട്ടാളക്കാർ ഹാജരായി. പട്ടാളക്കാർ വന്നിട്ട് പട്ടാളക്കാർ മൂസയെ തേടാൻ, അയിന മൂസേ, അയിന മൂസേ, മൂസ എവിടെയുണ്ട്, മൂസ എവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാർ തേടാൻ തുടങ്ങി. മൂസയെ കാണുന്നില്ല. എവിടെ പോയി മൂസ? മൂസയെ പിടിക്കണം, രാജാവിന്റെ ഓർഡർ. അവനെ പിടിച്ചുകൊണ്ട് കയ്യിൽ കോളം വെച്ചിട്ട് എന്റെ മുമ്പിൽ ഹാജരാക്കുക. അവനെ പിടിച്ചുകൊണ്ട് വന്നു, അവന്റെ കയ്യിലേക്കും കാലിലേക്കും കോളം വെച്ചിട്ട് ആ മൂസയെ എന്റെ മുമ്പിൽ ഹാജരാക്കുക. മൂസയുടെ കാര്യം ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നു. അവന്റെ അവസാനത്തെ കളിയാണ് കളിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ലോകത്ത് അവനിക്ക് ജീവിക്കാൻ അവകാശം കൊണ്ടുവരൂ. മൂസയെ തേടാൻ വേണ്ടി രാജാവിന്റെ കൽപ്പന. ഇത് കേട്ട പട്ടാളവും പോലീസും CBI ഇറങ്ങി. എവിടെ മൂസ? ഹൈന മൂസ എവിടെയുണ്ട്? മൂസയെ തേടിക്കൊണ്ട് പട്ടാളം അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴേക്കാണ് ഇങ്ങനെ പട്ടാളം ഇങ്ങനെ തെരയുമ്പോഴേക്കാണ് പോലീസുകാരുണ്ടാവുമല്ലോ നല്ല മനുഷ്യന്മാർ. പോലീസുകാരിൽ മൂസയോട് ഇഷ്ടമുള്ള ഒരു പോലീസുകാരൻ ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ മൂസയെ തേടാൻ തുടങ്ങി. ഒന്ന് ഈ കാര്യം മൂസയോട് പറയണം, കൊല്ലാൻ വിട്ടു കൊടുത്തുകൂടാ, എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. അങ്ങനെ ഒരു പോലീസുകാരൻ മൂസയെ തേടുന്നു സംരക്ഷിക്കാൻ. ബാക്കിയുള്ള പോലീസുകാരൊക്കെ മൂസയെ തേടുന്നു കൊല്ലാൻ. അങ്ങനെ തേടുകയാണ്. അങ്ങനെ തേടി പിടിച്ചിട്ട് എവിടെയും മൂസയെ കാണുന്നില്ല. അങ്ങനെ തേടി അവസാനം നമ്മുടെ ഈ പോലീസുകാരൻ മൂസയെ കണ്ടുമുട്ടി. ഏത് പോലീസുകാരൻ? മൂസയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള പോലീസുകാരൻ. ആ പോലീസുകാരൻ മൂസയോട് പറഞ്ഞു, മൂസേ, സംഗതി അബദ്ധത്തിലാണ്, നീ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. എങ്കിൽ അന്നത്തെ കിബിത്തിയെ കൊന്ന കൊലയാളി നീയാണ് എന്ന് പൂർണ്ണ തെളിവോടെ രാജാവിന് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാജാവ് പോലീസിനെയും പട്ടാളങ്ങളെയും CBI മുഴുവനും നിന്നെ പിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. നിന്നെ പിടിച്ചുകൊണ്ട് കയ്യിലേക്കും കാലിലേക്കും കോളം വെച്ചിട്ട് രാജാവിന് മുന്നിൽ ഹാജരാക്കാൻ കൽപ്പനയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മൂസ, നീ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാട് വിട്ടു പോയിക്കൊള്ളുക. എന്ന് കിട്ടിയാൽ കളിക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാലും ആസിയ ബീബി കരളെ എന്ന് വിളിക്കലോടുകൂടി മനസ്സറിയാറുള്ള ഫിർഔൻ. പക്ഷേ ഇത് നടക്കുന്ന പരിപാടിയല്ല, ഇത് കൊലക്കുറ്റമാണ്. അതുകൊണ്ട് മൂസയെ തേടിയിട്ട് പട്ടാളവും പോലീസും പറഞ്ഞിട്ടുണ്ട്, മൂസേ, നീ ജീവൻ കൊണ്ട് എവിടെയെങ്കിലും ഓടിക്കോ. ഈ പോലീസുകാരൻ മൂസയെ സ്നേഹിക്കുന്ന ആളാണ്, പോലീസുകാരൻ മൂസയോട് ഇഷ്ടമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയ മൂസ എന്നെ കളവാക്കാൻ വേണ്ടി പറയില്ല, എന്നെ വഞ്ചിക്കാൻ വേണ്ടി പറയില്ല, എന്നോട് വെറുതെ പറയില്ല എന്ന് മനസ്സിലാക്കിയ മൂസ അതാ സുബ്ഹാനല്ലാഹ് ഓടാൻ തുടങ്ങി. ചെരുപ്പും കയ്യിൽ പിടിച്ച് തുണിയും മാടിക്കെട്ടി ഓടാൻ തുടങ്ങി. പട്ടാളക്കാരിങ്ങനെ പരിധി എവിടെയുണ്ട് മൂസ? ഒന്ന് രണ്ട് പട്ടാളമല്ല, ആയിരക്കണക്കിന് പട്ടാളക്കാര്, പോലീസുകാര് ഒരു ആളെ തേടുകയാണ്, അരിഞ്ഞു പെരുക്കുകയാണ്. മൂസ എവിടെ? അങ്ങനെ മൂസയെ കണ്ടുകിട്ടാൻ ഇവരിങ്ങനെ തേടുമ്പോഴേക്കാണ് മൂസ ചെരുപ്പും കഴിച്ചിട്ട് സുബ്ഹാനല്ലാഹ്
മലകളും കുന്നുകളും പർവ്വതങ്ങളും പുഴകളും വെള്ളങ്ങളും ചാട്ടുകളും ഒക്കെ താണ്ടി 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 രാത്രിയും പകലുമില്ലാതെ മൂസ അങ്ങോട്ട് ഓടി. വെള്ളം കുടിച്ച് പച്ചിലകൾ തിന്ന് പച്ച ചപ്പലകൾ തിന്നിട്ട് മൂസ അങ്ങോട്ട് ഓടുകയാണ്. അങ്ങനെ ഓടി 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 മിസ്രിന്റെ അതിർത്തി അങ്ങോട്ട് എത്തി എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറം ഫിർഔന്റെ പട്ടാളം കടക്കൂല. മിസ്രിന്റെ അതിർത്തി കഴിഞ്ഞു. മിസ്രിന്റെ അതിർത്തി കടന്നു. ഇനി പോലീസ് അവിടേക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയ മൂസ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. ഇനി പോലെ പോലീസിന്റെയും പട്ടാള ശല്യമില്ല എന്ന് മനസ്സിലാക്കി മൂസ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ആണ് അതാ മൂസ എന്തോ ഒന്ന് കാണുന്നു. എന്തോ അഴകിലാണ് മതാവുകൾ ഇസിനൈനി ദൂരെ കൊണ്ടേ ആളുകൾ ബിഹിരിന്റെ ജലമതി കോരിടാനൊരു ചുനിയുണ്ടേ തീര കൂടിടാൻ അകന്ന് സുന്ദരികളൊളിനൊളിതേ ക്ഷണവരെ വിളിച്ചുടനിമ്പതി സബവി വിളിടേ അപ്പോൾ മൂസ ചോദിച്ചല്ലയോ കോരിടാൻ വരെയോ കേട്ടപ്പോൾ മൂസ ചോദിച്ചല്ലയോ പെണ്ണേ കോരിടാൻ വരെയോ പ്പോൾ ഭീകര കൊള്ളയടുത്തു മൂസ പണ്ടയെ എടുത്തണ്ട് മാറ്റി കൊടുത്തപ്പോൾ ഭീകര കൊള്ളയടുത്തു മൂസ പണ്ടയെ എടുത്തണ്ട് മാറ്റി കൊടുത്ത. ഇവരിങ്ങനെ ഓടി ഓടി മൂസാടി ഇരിക്കുമ്പോഴേക്കാണ് അകലെ ചുറ്റുഭാഗത്ത് നോക്കിയാണ് പൂർവ്വ നാട്ടിലേക്ക് വന്നതല്ലേ, ചുറ്റുഭാഗത്ത് നോക്കുമ്പോഴേക്കാണ് അങ്ങകലെ രണ്ട് പെണ്ണ് കിടാക്കും. ഒരു 18ഉം 20ഉം വയസ്സ് തോന്നിക്കുന്ന രണ്ട് യുവതികൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കുറെ ആണും പെണ്ണും ചെറുതും വലുതുമായ ആൾക്കാര് വെള്ളം കോരാൻ വേണ്ടി കിണത്തിന്റെ തിക്കും തിരക്കുവാക്കുന്നു. രണ്ട് കിടാക്കും അവിടെ ഇരിക്കുന്നുണ്ട് പെണ്ണുമക്കളും. നാട്ടുകാരെ ബാല്യക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വെള്ളം കോരാൻ വേണ്ടി കിണറ്റിൽ തിക്കും തിരക്കുവാക്കുന്നു. അപ്പൊ ഈ മൂസ എന്താക്കിന്നറിയോ? വലിയക്കാരനാണ്, യുവാവാണ്. ആ രണ്ട് പെൺകുട്ടികളെയും കൂട്ടി വിളിച്ചു, മക്കളെ ഇങ്ങനെ വരിണ രണ്ട് കിടാക്കും വന്നു ചോദിച്ചു, മോളെ നിന്റെ പേര്? എന്റെ പേര് സഫൂറ. നിന്റെ പേരെന്ത്? സബീറ. രണ്ട് പെൺകുട്ടികളാണ്, സഫൂറയും സബീറയും. ആ യുവാവായ മൂസ ചോദിച്ചു, അല്ല മക്കളെ നിങ്ങൾ എന്തെവിടെ ഇരിക്കുന്നേ? അപ്പ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി വന്ന ആളാണ്. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തിക്കും തിരക്കുവാക്കുന്നുണ്ട്. അപ്പൊ അവര് കോരിയിട്ട് പോയിട്ട് പിന്നെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ കോരാമെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞപ്പോൾ മൂസ ആ പെൺകുട്ടികളോട് ചോദിച്ചു. കേട്ടപ്പോൾ മൂസ ചോദിച്ചല്ലയോ പെണ്ണേ, കോരിടാൻ ബിഹിർ വേറെ ഇല്ലയോ? മൂസ ചോദിച്ചല്ല മക്കളെ, ഈ ആണുങ്ങൾ ഇങ്ങനെ തിക്കു തിരക്കുവാക്കുന്ന ഈ കിണറിന്റെ ഭാഗത്തേക്ക് ഈ ബാല്യക്കാരത്തികളായ രണ്ട് പെണ്ണുങ്ങൾ കുട്ടികൾ എന്തിനു വേണ്ടി വന്നു? ഇതല്ലാത്ത വേറെ കിണറൊന്നും ഇല്ലേ? നിങ്ങൾ എന്തിനു ഇവിടെ വന്ന് വേറെ കിണവില്ലേ? അപ്പോഴേക്ക് ഈ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളെ പൊരന്റെ അടുത്തൊരു കിണറുണ്ടായിരുന്നു, പക്ഷെ ആ കിണറ്റിന് നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ മുതലാളി വലിയ കല്ല് കൊണ്ടുവന്ന് ഉരുട്ടിയിട്ട് അത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കോരാൻ കഴിയുന്നില്ല. വെള്ളം കോരാൻ കഴിയുന്നില്ല, വെള്ളത്തിന്റെ കിണർ അയാൾ ബന്ദ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ സഫൂറയും സബീറയും പറഞ്ഞപ്പോ മൂസ എന്ന ഈ ചെറുപ്രായക്കാരൻ പറഞ്ഞു, ഏടെ മോളെ കിണർ കാണിച്ചു വരി. അങ്ങനെ കൊണ്ടുപോയി ആ കിണർ ഈ വലിയ കല്ലിട്ട 40 ആൾ പൊക്കാൻ ഭാരമുള്ള ഈ വലിയ കല്ല്, ഈ കല്ലിട്ട ഈ കിണം ഈ പെൺകുട്ടികൾക്ക് മോശയെ കാണിച്ചു കൊടുത്തു. മോശ ആ വലിയ കനമുള്ള കല്ല്, നമ്പർ 40 ആൾ പൊക്കാൻ ഭാരമുള്ള കല്ല്, ആ കല്ല് മോശ അങ്ങോട്ട് പൊക്കി മാറ്റി മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കോരിക്കോളി.
ഈ രണ്ട് കുട്ടികൾ എന്താ വേഗം വെള്ളം സന്തോഷം കൊണ്ട് നന്ദി പറഞ്ഞിട്ട് അയാൾ ചെയ്ത ആ പ്രവർത്തിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട് ഈ രണ്ട് പെൺകുട്ടികൾ വെള്ളമെടുത്ത് വേഗം വെള്ളവുമായി ഔത്തേക്ക് ചെന്നപ്പോ ബാപ്പ ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങൾ എപ്പോഴും വരുമ്പോ ലേറ്റാവാറുണ്ടല്ലോ, ഇന്നെന്തേ വേഗം വന്നത്? ബാപ്പ എന്നറിയോ? മഹാനായ സുഹൈബ് നബി അലൈഹിസ്സലാം. ആ പെൺകുട്ടികൾ പറയുന്നു, മൂസ, ഞങ്ങൾക്ക് ബാപ്പയുണ്ട്, ഞങ്ങളല്ലാത്ത പുറകിൽ വേറെ വരാൻ ആൾക്കാരും ഇല്ല. ഞങ്ങളെ ബാപ്പയാണെങ്കിൽ ബാസനാണ്, വാർദ്ധക്യമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നാ പെൺകുട്ടികൾ മൂസയോട് പറഞ്ഞു. അപ്പോൾ ആ വെള്ളവുമായിട്ട് ഈ പെൺകുട്ടികൾ ബാപ്പാന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ ബാപ്പ ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്തേ ഇത്ര വേഗം വന്നത്? ചോദിക്കുമല്ലോ, എന്തേ ഇത്ര വേഗം വന്ന കാരണം? നിങ്ങൾക്ക് എവിടുന്ന് വെള്ളം കിട്ടി? അപ്പോഴേക്ക് സുന്ദരികളായ പെൺകുട്ടികൾ ബാപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാപ്പ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഒരു ബാല്യക്കാരൻ ഞങ്ങളെ വിളിച്ചു. ബാപ്പ, ഞങ്ങൾ അയാളുമായി സംസാരിച്ചു. ബാപ്പ, ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ ഈ കിണറിന്റെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വന്ന് ആ കല്ലങ്ങോട്ട് മാറ്റിയിട്ട് ഞങ്ങളോട് വെള്ളം കോരാൻ വേണ്ടി പറഞ്ഞു. ബാപ്പ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വെള്ളം കോരിക്കൊണ്ട് വന്നു. ബാപ്പ എന്ന് മാത്രമല്ല, ആ യുവാവിന്റെ സ്വഭാവം, ആ യുവാവിന്റെ പെരുമാറ്റം, ആ യുവാവിന്റെ സംസാരം ഒക്കെ വയസ്സനായ സുഹൈബ് നബി അലൈഹിസ്സലാമിനോട് ഈ രണ്ട് പെൺമക്കൾ അങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ സുഹൈബ് നബി അലൈഹിസ്സലാമിനിക്ക് അതാ തോന്നുകയാണ്, എന്തോ അതിരറ്റ ആശ ശുഹൈബുരുള്ളിൽ മൂസേ കാണാ. അവിടവിടെ ചൊല്ലി എൻ മകളെ സന്ദേശം പുല്ലും വിടാടേ ആശ ശുഹൈബുരുള്ളിൽ മൂസേ കാണാ. അവിടവിടെ ചൊല്ലി മകളെ അവനെ കൂട്ടാ. ബാപ്പ ഈ റിപ്പോർട്ടെല്ലാം കേട്ടപ്പോൾ മക്കളോട് ബാപ്പ പറയുന്ന, മക്കളെ, എനിക്കൊന്നായി ബാല്യക്കാരനെ കാണണമായിരുന്നു. നിങ്ങളുമായി സംസാരിച്ച, നിങ്ങളെ സഹായിച്ച ആ യുവാവിനെ, ആ ചെറുപ്രായക്കാരനെ എനിക്കൊന്ന് കാണണമായിരുന്നു. മക്കളെ, എന്താണ് വഴി? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ? നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമോ? അപ്പൊ സഫൂറ പറഞ്ഞു, സഫൂറ നീ പോണേ. സഫൂറ പറയപ്പോ സബീറ പറഞ്ഞു, മോൻ നീ പോണ, ഞാൻ പോരാ, അനക്ക് നാണാണ്. അല്ല, നീ പോണ, അനക്ക് നാണാണ്. രണ്ടുപേരും തർക്കിക്കയാ. അവർ തമ്മിൽ പറയാണ്, നമ്മളപ്പാന്റെ ആശയല്ലേ, നമ്മളെ ഉപ്പൊക്കെ വയസ്സായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഉപ്പ പോയിട്ട് വിളിക്കട്ടില്ലേ, അപ്പൊ നമ്മൾ ആരെങ്കിലും ഉപ്പ അയാളെ വിളിച്ചുകൊണ്ട് വരാണ്.
അപ്പോഴേക്ക് മഹാനായ നബി പറയുകയാണ്, സ്വഹീബ് നബി പറയുന്നു, മക്കളെ അവരോട് പോയിട്ട് പറയണം എന്റെ അസ്സലാമു അലൈക്കും പറയണം, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറയണം. എന്റെ വാർദ്ധക്യ സഹജമായ രോഗത്തെ കുറിച്ച് അദ്ദേഹത്തോട് പറയണം, എനിക്ക് വരാൻ കഴിയില്ല. അങ്ങനെ അയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം. പക്ഷെ അഥവാ വിളിക്കണം, അതബ് കേടൊന്നും കാട്ടല്ലേ. അച്ചടക്കത്തോടെ വിളിക്കണം, അതബ് കേട് കാട്ടിപ്പോകാൻ പാടില്ല. അയാളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ അവസാനം സഫൂറ പറഞ്ഞു, ഞാൻ പോവാ. ഞാൻ പോവാ. അങ്ങനെ പോവാം. സഫൂറ ബാപ്പ ചെല്ലി, ബാപ്പ ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് സഫൂറ അങ്ങോട്ട് ചെല്ലുമ്പോ മോസ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ മദിയൻ എന്ന സ്ഥലമാണ്. അവിടെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി വെള്ളം കോരിക്കൊണ്ട് അല്പം പോയ പെൺകുട്ടി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ബാപ്പ സുഹൈബ് നബി അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. വഅലൈക്കും സലാം. സലാം മടക്കി. എന്നിട്ട് ചോദിച്ചിട്ട്, നിങ്ങൾ സുഹൈബ് നബിന്റെ മക്കളാണ്? അതെ. ഞങ്ങളെ ബാപ്പക്ക് ഒന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരണം. വേണ്ടേ? അല്ല, വരണം. നിങ്ങൾ വന്നില്ലെങ്കിൽ ബാപ്പ ഇങ്ങോട്ട് വരുമെന്ന് ബാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ വരുന്ന വേണ്ട, ഞാൻ വരാം. മോസ പുറപ്പെടുക എവിടേക്ക്? സുഹൈബ് നബിന്റെ വഴിയിലേക്ക്. അങ്ങനെ വഴി കാണിക്കാൻ വേണ്ടി സഫൂറ എന്ന പെൺകുട്ടി മുമ്പിൽ, ബാക്കിലേക്ക് 25 വയസ്സ് പ്രായമുള്ള യുവാവായ മോസ ബാക്കിലേക്ക് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു കാറ്റിങ്ങനെ വന്ന് വന്നപ്പോ പാവട അല്പം പൊന്തിപ്പോയി. ബാക്കിൽ ആരാ ഉള്ളത്? 25 വയസ്സുള്ള യുവാവ. പാവട അല്പം പൊന്തി. എന്നിട്ട് പുറത്തായപ്പോ മോശ പറഞ്ഞു, മോളെ നീ ബാക്കിൽ നിൽക്ക്, ഞാൻ മുമ്പ് നിൽക്കാം. ഞമ്മ എന്തേലട്ടി നീ ഒന്ന് പായണേ, എത്ര പൊന്ന് നോക്കട്ടെ അല്ലേ. മോശ പറഞ്ഞു, നീ ബാക്ക് നിൽക്ക്, ഞാൻ മുമ്പ് നിൽക്കാം എന്ന് പറഞ്ഞ് യുവാവിന്റെ മോശയായ യുവാവ് മുമ്പോട്ട്, ബാക്കില് സഫൂറ ഇങ്ങനെ നടന്നങ്ങോട്ട് ചെന്ന് മഹാനായ സുഹൈബ് നബിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മഹാനായ സുഹൈബ് നബി അലൈഹിസ്സലാം അതാ ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേറ്റുകൊണ്ട് കരം കൈപിടിക്കുകയാണ്. കടന്നു വന്ന യുവാവിനെ കണ്ടുടനെ നബി എണീച്ച് കരം പിടിച്ച് മർഹബയിൽ സലാമും വേഗം മുരത്തെ ചാടി അങ്ങ് എഴുന്നേറ്റ് മൂസയുടെ കൈ അങ്ങോട്ട് പിടിച്ച് മർഹബ, വെൽക്കം, സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തങ്ങോട്ടിരുത്തി കെട്ടിപ്പിടിച്ച് ഇരുത്തിയിട്ട് ചോദിച്ചു സന്തോഷിച്ചൊക്കെയാണ്. മൂസ ഉണ്ടായ സംഭവങ്ങളൊക്കെ സുഹൈബ് നബിയോട് മണിമണിയായിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഫിറൗന്റെ പട്ടാളവും പോലീസും കറങ്ങുന്നുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ സുഹൈബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ സുഹൈബ് നബി അലൈഹിസ്സലാം പറയാണ്, നീ രക്ഷപ്പെട്ടു മോനെ, നീ രക്ഷപ്പെട്ടു. എന്നെ അവന്റെ പോലീസും പട്ടാളങ്ങളൊന്നും ഇവിടേക്ക് വരികയില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ ജീവിക്കുക. ആര് പറയുന്നു? സുഹൈബ് നബി ഒരു ബാല്യക്കാരനായ മൂസയോട്, മോനെ അൺതുണയില്ല, എനിക്കാരുമേയില്ല, എനിക്കാൺതുണയില്ല, മക്കളില്ല, എനിക്കാരുമില്ല. അതുകൊണ്ട് മോനെ ഒരു ആൺതുണയായി നീ എന്റെ കൂടെ ജീവിക്കുക, നീ വേറെ എവിടെയും പോകണ്ട. മോശ ചിന്തിച്ചു, എനിക്ക് ഭക്ഷണം, മറ്റു സൗകര്യങ്ങളൊക്കെ വേണം, പക്ഷേ എവിടെ പോയി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നെങ്കിൽ ഇയാളെ കൂടെ നിൽക്കാം, സുഹൈബ് നബിന്റെ കൂടെ നിൽക്കാം. അങ്ങനെ സുഹൈബ് നബിന്റെ കൂടെ നിൽക്കാൻ മോസ എന്ന ആ ചെറുപ്പായക്കാരൻ തീരുമാനിച്ചു. ഫിറൗന്റെ പോലീസും പട്ടാളം ഇങ്ങനെ കറങ്ങുക മോസക്ക് വേണ്ടി. മോസ ഇപ്പൊ മദീനയിൽ എത്തിയിട്ടുണ്ട്, സുഹൈബ് നബിന്റെ വരയിലാണ്. അങ്ങനെ സുഹൈബ് നബിന്റെ കൂടെ മോസ ഇങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ വർഷത്തോടടുക്കുകയാണ്. അപ്പോ സുഹൈബ് നബിന്റെ കൂടെ പലപ്പോഴും പുറത്തിറങ്ങും. അതുപോലെ അവിടെയുള്ള മൃഗങ്ങളെ, ആടുകളൊക്കെ മേയ്ക്കാൻ വേണ്ടി കാട്ടിലേക്ക് പലപ്പോഴും പോവും. പല ഉപകാരങ്ങളെ ചെയ്ത് മോശ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കുറച്ചും കഴിഞ്ഞപ്പോൾ സുഹൈബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം വരികയാണ്. വയസ്സായ സുഹൈബ് നബി ആ ആഗ്രഹം ഇതാ തന്റെ മൂസയോട് പറയുന്നു, മോനെ മൂസ, മലരുകൾ കോനെ വിചാരിച്ചിടുത്തോന്നേ മൂസാവർ ചിന്തിച്ചുടന്റേതാകോ മൂത്താകിളി തന്നെ സഫൂറയാകോ മോനെ എനിക്കുണ്ട് മലരുകൾ
ഏതാവോ മൂത്താകിളി തന്നെ സഫൂറയാകോ പക്ഷേ മഹർ വേണം പറയാനേ പത്ത് സനദുന്നെ അജബ് മേകണേ മൂത്തായ ഉള്ളിൽ ഫറഹ് കൊള്ളുന്നേ മൂസാ സഫൂറാനെ വരിച്ചിടുന്നേ മഹാനായ സുഹൈബ് നബി അലൈഹിസ്സലാം മൂസയോട് പറയുന്നു, മൂസേ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാൻ വേണ്ടി പോവുകയാണ്, നിർബന്ധിക്കുകയല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂസേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ സ്വീകരിക്കണം. നബിയെ പറയൂ, നബിയെ, മോനെ, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, എനിക്ക് 2 പെൺമലറുകളുണ്ട്, അതുകൊണ്ട് 2 പേരും ബാല്യക്കാരത്തികളാണ്, യുവതികളാണ്, നീ ഒരു യുവാവാണ്, അതുകൊണ്ട് മോനെ, മൂസേ, എന്റെ ഒരു മോളെ നീ കല്യാണം കഴിച്ചോ. എനിക്ക് 2 മക്കളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചോ. മൂസ ചിന്തിച്ചു, എനിക്കൊരു പെണ്ണ് വേണം, ഞാൻ യുവാവാണ്, പക്ഷേ ഏതാകും? മൂസ പറഞ്ഞു, എന്നെ വിളിക്കാൻ വേണ്ടി വന്ന ഞാൻ കോൽക്കാൽ കാണാനിടയായ മൂത്ത മകൾ സഫൂറയെ ഞാൻ കല്യാണം കഴിച്ചോളാം. മൂത്ത മകൾ സഫൂറയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഓക്കേ. സുഹൈബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പക്ഷേ മഹർ വേണം, മോളെ കക്ഷണെങ്കിലും മഹർ വേണം. മൂസ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സംഗതി എല്ലാം അറിയാം, ഞാൻ വന്ന രംഗം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കൊല്ലത്തോളമായി എനിക്ക് ഒന്നും തന്നിട്ടില്ല, പിന്നെ എന്റെ മഹർ തരാൻ പണം എന്റെ പണമില്ല. സുഹൈബിനെ പറഞ്ഞു, പണം വേണ്ട, എന്റെ ഒരു മോളെ കല്യാണം കഴിക്കണമെങ്കിൽ 10 കൊല്ലം എന്റെ ആട് മേയ്ക്കാമെന്ന പണിക്ക് നിൽക്കണം മഹറായിട്ട്. 10 കൊല്ലം എന്റെ ആടുകളെ മേയ്ക്കാമെന്ന വസിയത്തോടെ ഉറപ്പ് മഹറായിട്ട് പറഞ്ഞ് എന്റെ മകളെ കല്യാണം കഴിച്ചു തരാം. മൂസ ചിന്തിച്ചു, എങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്, ആട് മേയ്ക്കാൻ പോവാറുണ്ട്, അതുകൊണ്ട് 10 കൊല്ലം മഹറായിട്ട് ആട് മേയ്ക്കാം എന്ന് പറഞ്ഞ് 10 കൊല്ലത്തെ മഹർ ആട് മേയ്ക്കാൻ പറഞ്ഞുകൊണ്ട് സഫൂറാകുന്ന മൂത്ത മകളെ മൂസ എന്ന യുവാവ് കല്യാണം കഴിക്കുന്നു. മംഗലായി സുഖസുന്ദരമായി ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരാഴ്ച പുതിയാപ്പളി പുതിനാട്യമായി റാഹത്തോടെ ജീവിച്ച് 8ാം ദിവസം മൂസ പറഞ്ഞു, സഫൂറാട് തന്നെ ഞാനിപ്പോഴും പുതിയാപ്പളായി പുത്രനും കുത്തിരിക്കേണ്ടി വരും, അതുകൊണ്ട് എന്റെ ബാപ്പ മഹറായി പറഞ്ഞു 10 കൊല്ലം പണിയെടുക്കേണ്ടി വരും. അപ്പൊ നാളെ മുതൽ ഞാൻ പണിക്ക് പോകുന്നുണ്ട്, ഡേറ്റ് ചെയ്ത് വെച്ചോളാം ബാപ്പാട് പറ, ഞാൻ പോവാണ്, 10 കൊല്ലം മഹർ വേണമല്ലോ. അങ്ങനെ പറഞ്ഞ് ആട് മേയ്ക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. സഫൂറ വന്നിട്ട് പറഞ്ഞു, ബാപ്പ എന്താണ് നിങ്ങളെ മരിയോന് നാളെ മുതൽ ആട് മേയ്ക്കാൻ വേണ്ടി പോന്നോലോ, നിങ്ങൾ മഹർ പറഞ്ഞ 10 കൊല്ലം. മോളെ, അതാ എന്റെ റൂമില് 2-3 ബടി തൂക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ബടി കൊടുത്തിട്ട് എന്റെ പുതിയ അപ്പുറത്ത് കൊടുത്തു ആട് മേയ്ക്കാൻ കൊണ്ടുപോകാൻ. അങ്ങനെ സഫൂറ ഓടിച്ചെന്ന് ആ വടിയിൽ നല്ലൊരു വടി എടുത്തിട്ട് വന്നിട്ട് ഇതാ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. കയ്യിൽ അങ്ങോട്ട് കൊടുക്കുമ്പോ സുഹൈബ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ആ വടി കൊടുക്കണ്ട, മറ്റേ വടി കൊടുക്ക, ആ വടി വേണ്ട, മറ്റേ വടി കൊടുക്ക. മൂസ പറഞ്ഞു, എനിക്ക് ആ വടി തന്നെ വേണം, അതല്ല മറ്റേ വടി, അല്ല വേറെ വടി, അല്ല എനിക്ക് ആ വടി തന്നെ വേണം. ഒരു വടിന്റെ ഒരു തലക്ക് മൂസയുടെ കൈയും ഒരു തലക്ക് സുഹൈബ് നബിന്റെ കൈയും. വിടുവന മൂസ, അല്ല എനിക്ക് തന്നെ വേണം, അല്ല വിട നിനക്ക് വേറെ, അല്ല അതിന് വേണം. 2 പേരങ്ങ് പിടിയും വലിയ കാക്കാവ് മരിയോ. പക്ഷേ മോൾ ആരൊക്കെ കൂടി അറിയോ, ഇത്രന്ന പോറ്റ ഉപ്പാന്റെ ഒക്കെ അല്ല, പിന്നെ മിനിയാന്ന് കിട്ടിയ മാപ്പന്റെ ഒക്കെ. മൂസാന്റെ ഭാഗത്ത് കൂടി സഫൂറയും ഇത് കൊടുക്കി ബാപ്പ, അല്ല വേണ്ട മോൾ, അത് വേണ്ട. 2 അപ്പോഴേക്കാണ് മഹാനക അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു മധ്യസ്ഥം വഹിക്കുക. ആ വടി അങ്ങോട്ട് വാങ്ങി, എന്നിട്ട് സുഹൈബ് നബിയെ ആ ഭാഗത്ത് നിർത്തി, മൂസയെ ആ ഭാഗത്ത് നിർത്തി, 2 പേരെ ഒരേ ദൂരത്തെ കൂടെ നിർത്തിയിട്ട് ഒരു 20-20 ഒരു മത്സരം. ഈ വടി ഞാൻ ഇടാൻ വേണ്ടി പോവുക, അത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന ആളാണോ ആർക്കാണോ ഓർക്കാ വടി, അയാൾക്ക് ഇയാൾ ബാല്യക്കാരൻ. നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ മഹാനക ജിബ്രീൽ വടി ഇടേണ്ട താമസം മൂസ ഓടി വന്നിട്ട് ആ വടി അങ്ങോട്ട് എടുത്തു.
സുഹൈബ് നബിക്ക് ബേജാറായി. അപ്പൊ ജിബ്രീൽ പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കാരണം ഈ സുഹൈബ് നബി ഇത് എന്റെ കൊടുക്കാത്ത ഈ ബടി സാധാരണ ബടിയല്ല. പിന്നെ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ബടിയാണ് ആ ബടി. അത് പരമ്പരാഗതമായി കിട്ടിയ ബടിയാണ്. അത് നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് പേടിച്ചിട്ടാണ് മഹാനായ സുഹൈബ് നബി ആ ബടി കൊടുക്കാതിരുന്നത്. അങ്ങനെ ആ ബടി മൂസാന്റെ കയ്യിലായി. അങ്ങനെ മൂസ ഇതാ പിറ്റേ ദിവസം രാവിലെ ഇതാ ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അജ്മീനെ മേയ്ക്കാൻ പോയിടുന്നേ, ആടുകൾ ചിതറിയും മേലിടുന്നേ, അതോരിടമുറങ്ങിടുന്നേ, അജ്മീനെ മേയ്ക്കാൻ പോയിടുന്നേ, അസദുകരമതിലേറിടുന്നേ, ആടുകൾ ചിതറിയും മേലിടുന്നേ, അതോരിടമുറങ്ങിടുന്നേ. അങ്ങനെ ആ വടിയും പിടിച്ചിട്ട് ഒരുപാട് ആടുണ്ട്. ആട്ടും കൂട്ടങ്ങളെ തേച്ചോണ്ട് പോയി. അങ്ങനെ കാട്ടിലേക്ക് എത്തി, ഗുഡന്റെ ഭാഗത്തേക്ക് എത്തിട്ട് അങ്ങോട്ട് എല്ലാ ആടുകളെ തേച്ചു വിട്ടിട്ട് പറഞ്ഞു ഇതാ ആട് നിങ്ങളെ ബാക്കിൽ വരെ എന്നെ മൂസ പറയാ പോയിട്ട് ബയർ നിർത്തിട്ട് ബാ ഞാടെ കിടക്കണം എന്ന് പറഞ്ഞ് ആടുകളൊക്കെ കൊണ്ട് പറഞ്ഞു വെച്ച് ഒരു മരച്ചുവടിൽ കുറെ ഇലകളെല്ലാം അങ്ങനെ പിരിച്ചിട്ട് മൂസ ആടെ കടന്നു. അപ്പോഴേക്ക് നല്ല നല്ല കാറ്റ്. മൂസ ബടിയാടെ വെച്ച് ആടെ കടന്നു. കടന്നപ്പോ നല്ല ഉറക്കം. അങ്ങനെ കുറച്ച് ഉറങ്ങി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോ മൂസയേക്കാൾ നീളമുള്ള ഒരു പാമ്പ് മൂസന്റെ അടുത്ത് ഇങ്ങനെ ചത്ത് കിടക്കുന്നു. ഞെട്ടി ഉണർന്നു ആ ബടി അങ്ങോട്ട് എടുത്ത് നോക്കുമ്പോ ബടിന്റെ തലയിൽ ചോരയും കാണുന്നു. ആ സ്വർഗ്ഗത്ത് കൊണ്ടുവന്ന ബടിന്റെ തലയിൽ ചോരയും കാണുന്നു. ഇത് കണ്ട മൂസ ആടുകളൊക്കെ തേച്ച് വന്നിട്ട് കാക്കാട് ചെല്ലി കാക്ക ഞാനാണ് ഈ കണ്ണാർക്കനെ ഉറങ്ങിയിട്ട് നോക്കുമ്പോ എന്റെ അടുത്ത് ചേർത്ത് കിടക്കുന്ന ഇത്രയുള്ള പാമ്പ് കാക്ക നോക്കുമ്പോ എന്റെ ബടിന്റെ തലയിൽ ചോരയും കാണുന്നു. ഇത് കേട്ട സുഹൈബ് നബി ചിന്തിച്ചു എന്റെ പുതിയാപ്പള സാധാരണ പുതിയാപ്പളയല്ല, ഇത് സാധാരണ പുതിയാപ്പളയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മൂസക്കൊരു നേർച്ച. എന്താ നേർച്ച അറിയോ? ഒരുപാട് ആടുകളുണ്ട്. ഈ കൊല്ലം എന്റെ ആടുകൾ ആൺകുട്ടിയെ പ്രസവിച്ചാൽ ആ ആൺകുട്ടികൾ മുഴുവനും മൂസക്ക് മരിയോനിക്ക് നേർച്ച. അക്കൊല്ലം ഒരാട് 1 പ്രസവിച്ച് മറ്റേ ആട് 2 പ്രസവിച്ച് മറ്റേത് 3 പ്രസവിച്ച ആട് പട്ടിയും കുട്ടന്മാരൻ. അക്കൊല്ലം പട്ടിയും കുട്ടന്മാരൻ. ഒരു കൊല്ലം കാക്ക പറഞ്ഞ മോനെ ചെറിയൊരു ചേഞ്ച് ആക്കാം. എന്ത് കുട്ടന്മാർ വേണ്ട, എന്നത്തെ കൊല്ലം നിനക്കുള്ള പെണ്ണ് ആടെന്ന് നിനക്ക് അക്കൊല്ലം പറ്റിയും പെണ്ണൻ. 3ാമത്തെ കൊല്ലം പറഞ്ഞു മോനെ ഈ ആണ് പെണ്ണെന്ന വിഷയം വേണ്ട, വെളുത്ത തോലിയിൽ കറുത്ത പുള്ളിയുള്ള ആട് വന്നില്ല അക്കൊല്ലം പറ്റിയും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കുറെ കൊല്ലം കൊണ്ട് ഒരുപാട് ആടുകൾ മൂസാക്ക് സ്വന്തമായി കിട്ടി. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ 9 വർഷം അങ്ങോട്ട് കഴിഞ്ഞു. 10ാമത്തെ വർഷമായപ്പോ മൂസാന്റെ ഭാര്യ വൈഫ് സഫൂറ കാറാൻ തുടങ്ങി. മനസ്സിലായില്ലേ? മാങ്ങാവും അമ്പട്ടൊക്കെ തേടാൻ തുടങ്ങി. ഗർഭിണിയായി 9ാമത്തെ കൊല്ലം കഴിഞ്ഞ് 10ാമത്തെ കൊല്ലം അങ്ങനെ ഗർഭിണിയായി. ചുരുക്കി പറയാ 10 കൊല്ലം പൂർത്തിയാവലോടുകൂടെ നമ്മുടെ സഫൂർക്ക് 10ാമത്തെ മാസവും തുടങ്ങി.
അങ്ങനെ മഹർ പറഞ്ഞ 10 കൊല്ലം പൂർത്തിയായി. മൂസ പറഞ്ഞു, കാക്ക അസ്സലാമു അലൈക്കും. എന്ത്? ഞാന് ഒന്ന് നാട്ടിലേക്ക് പോകുന്നു കാക്ക. അല്ല, ഒന്ന് പോയിട്ട് പോവാൻ ആഗ്രഹമുണ്ട്. വരുന്നത് ആടുന്ന് തീരുമാനിക്കാം. അവിടെ പോയിട്ട് അപ്പൊ കാക്ക ചെല്ലി, നീ മാത്രല്ല പിന്നെ ഞാൻ ഓളെയും കൊണ്ടുപോയി. ഈ ഗർഭിണിയായ സഫൂറാനെ ഇന്നോ നാളെയോ പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. സഫൂറാന്റെ വിഷയം പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പൂർണ്ണ ഗർഭിണിയായ സഫൂറയും കൊണ്ട് നീ പോകുകയാണോ? മൂസ പറഞ്ഞു, കാക്ക ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫിർഔനയുടെയും അവന്റെ കിങ്കരന്മാരുടെയും അവസ്ഥ എന്റെ പിതാവ്, എന്റെ ഉമ്മ, അവരവസ്ഥ എന്നെനിക്കറിയണം. എന്റെ പെങ്ങൾ മറിയം എവിടെ? എന്റെ ഇച്ഛ ആറോനിക്ക് എന്ത് പറ്റി എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. സുഹൈബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറയുന്നില്ല, എനിക്കതിന് അവകാശവുമില്ല. പക്ഷേ പൂർണ്ണ ഗർഭിണിയായ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഈ സമയത്ത് നീ പോകുന്നതിൽ എനിക്ക് ചെറിയ മനസ്സിന് ബേജാറുണ്ട് എന്ന് മാത്രം. അങ്ങനെ പോകാൻ വേണ്ടി സമ്മതിക്കുകയാണ് സുഹൈബ് നബി അലൈഹിസ്സലാം. ഇതാ മകനിക്കും മകൾക്കും മരുമകനിക്കും എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് കൂടി കേട്ടോളൂ. വിടവാങ്ങി കഥനത്താൻ ഹൃദയം പൊട്ടി ഇരുവരും താൻ തോർത്തടച്ചും ചൂട്ടി സുഹൈബിന്റെ കൈകൾ വെട്ടി വിരഹം താങ്ങാൻ കഴിയാതെ ചുറ്റി അമ്മോശൻ മരിമോനോടോ ദിവസിയത്ത് അംലയ മകനെ നീ ശ്രദ്ധിച്ചോ ദിനനിത്യം അഹദായവരിന് വരെയും കാക്കുന്നോര് തീട്ടോ മകളെയും അവത്തിനെയും കൂട്ടിക്കൊടുത്തിട്ട് ആട്ടിപ്പറ്റം എമ്പാടജന കൂട്ടം മഹാനായ സുഹൈബ് നബി അലൈഹിസ്സലാം ഒലിക്കുന്ന കണ്ണീരോടെ തന്റെ മകളെ കൊണ്ടുപോകാൻ മരുമകന് സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മോനെ നിന്റെ സഫൂറയ്ക്ക് വേണ്ടി പൂർണ്ണ ഗർഭിണിയാണ്, എപ്പോൾ പ്രസവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വെള്ളാട്ടി പെണ്ണിനെ ഞാൻ പണിക്ക് വേണ്ടി തരുന്നുണ്ട്. ഇവളെ ശുശ്രൂഷിക്കാൻ, അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ ഒരു വെള്ളാട്ടി പെണ്ണിനെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഫൂറക്ക് ഒരു വെള്ളാട്ടി പെണ്ണിനെയും കൊടുത്തു. അങ്ങനെ മൂസ സഫൂറയും കൂട്ടി വെള്ളാട്ടി ആട്ടിൻ കൂട്ടങ്ങൾ, ഒരുപാട് ആടുകൾ അതെല്ലാം കൂട്ടിയിട്ട് അതാ 3 പേരും പോവുകയാണ്. അങ്ങനെ 3 പേരും ഒരു യാത്രയിലാണ്. എവിടേക്ക്? ഫിർഔന്റെ നാട്ടിലേക്ക്, മിസ്രിലേക്ക്. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കൊല്ലാൻ വേണ്ടി തേടി മടുത്തിരിക്കുന്ന ഫിർഔന്റെ മുമ്പിലേക്കാണ് മൂസ തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് വെള്ളാട്ടിയെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പോയി അവർ തൂരി സീന പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് എത്തിയപ്പോ മഗ്‌രിബ് കഴിഞ്ഞു, രാത്രിയായി. ഇനി ഏതിലെ കൂടിയാണ് പോകേണ്ടതെന്ന് വഴി കാണുന്നില്ല. വഴി കാണാതിരുന്നപ്പോൾ മൂസ വല്ലാണ്ട് ബേജാറായി. എന്ത് ചെയ്യും പടച്ചോനെ? എയിലെയാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ല, വഴി തിരിയുന്നില്ല. അപ്പോഴേക്കാണ് തൂരി സീന പർവ്വതത്തിന്റെ മുകളിൽ ഒരു പ്രകാശം കണ്ടു, ഒരു വെളിച്ചം കണ്ടു. മൂസ സഫൂറയോട് ചൊല്ലി, പെണ്ണേ നീ ഇവിടെ ഒരു മരത്തിന്റെ അടിയിൽ സഫൂറയെ അങ്ങോട്ട് ഇരുത്തി. ഗർഭിണിയാണ്, 9 മാസം കഴിഞ്ഞ് ഗർഭിണി. അവളെ അങ്ങോട്ട് ഇരുത്തി. മൂസ പറഞ്ഞു, എന്തോ ഒരു വെളിച്ചം അവിടെ ഞാൻ കാണുന്നുണ്ട്. അവിടുന്ന് വെളിയിലെത്തിയ തീയാണെങ്കിൽ ഒരു കൊള്ളിക്കഷ്ണം കത്തിച്ചു കൊണ്ട് വന്നാൽ അത് ഭീതി കൊണ്ട് നമുക്ക് പോകാം, വഴി അറിയാം, ഭീതി കൊണ്ട് നമുക്ക് പോകാം, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മൂസ തൂരി സീന പർവ്വത മുകളിലേക്ക് വെളിച്ചത്തിന് വേണ്ടി കയറുകയാണ്. വെള്ളാട്ടി ആട്ടിൻകൂട്ടങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. രാത്രിയായി എവിടെ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു വെള്ളാട്ടി. അങ്ങനെ സഫൂറ മരത്തിന്റെ അടിയിലാണ്. അങ്ങനെ പോയി മൂസ തൂരി സീന പർവ്വത മുകളിലങ്ങ് എത്തിയപ്പോൾ ഒരു സ്ത്രീ കേൾക്കുന്നു, മൂസ ചെരുപ്പഴിച്ച് വെച്ച് ഇങ്ങോട്ട് കടന്നു വരും. മൂസ ഞാൻ റബ്ബാണ്. ചെരുപ്പഴിച്ച് വെച്ച് ഇങ്ങോട്ട് കടന്നു വരും മൂസ.
അനല്ലാഹ്, ഞാൻ റബ്ബാണ് മൂസ. മൂസയോട് ചോദിച്ചു കയ്യിലെന്താ? അറിയാത്ത കൊണ്ടല്ല, അല്ലാഹു സംസാരിക്കുകയാണ്. കയ്യിലെന്താ മൂസ? മൂസ പറഞ്ഞു, അല്ലാഹുവേ, അത് വടിയാണ്. ആ വടി കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ ആടുകൾ കലവരച്ച് കൊടുക്കാറുണ്ട്, കുത്തി നടക്കാറുണ്ട്. അങ്ങനെ മൂസയുമായി അല്ലാഹു തആല സംസാരിക്കുന്നു. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് ഖുർആൻ പറഞ്ഞ മൂസ നബി അല്ലാഹുമായി സംസാരിച്ചു. തൂരി സീനാ പർവ്വത മുകളിൽ അല്ലാഹുമായി മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. അല്ലാഹു തആല പ്രവാചകനാക്കി മൂസാ നബിയെ. എന്നിട്ട് മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്നു, യാ മൂസാ, നിങ്ങൾ വെടിക്ക് വേണ്ടി വന്നതല്ലേ, ആ കയ്യെ കക്ഷത്തിൽ വെക്കു. മൂസ വെച്ചു. എടുക്കു മൂസ. എടുത്തപ്പോൾ പ്രകാശം, ലൈറ്റ് വേണ്ടേ, ഓഫ് വേണ, ഓൺ വേണ്ടേ, മറ്റൊന്നല്ല പറയുന്നു, മൂസ ആ കയ്യിലുള്ള വടി താഴെ ഇടു. മൂസ വടി അങ്ങ് താഴെ ഇട്ടപ്പോൾ അതാ പാമ്പ്. മൂസ നബി പേടിക്കണ്ട, മൂസ പിടിക്കു. മൂസ പിടിച്ചു. പിടിച്ചപ്പോ വടി, ഇട്ടെങ്ക് പാമ്പ്, പിടിച്ചെങ്ക് വടി. ഈ രണ്ട് മുഅ്ജിസത്ത് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ട് മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്നു, യാ മൂസാ, ഈ രണ്ട് അതിശയം ആയികളുടരണം ഈജിപ്തിൻ രാജാവിന്റെ മുമ്പിൽ താനൂരകണം മയമായ വാഹി കൊണ്ട് ദീനായി വിളിക്കണം നബി ഞാനെന്നോദേണം ഈജിപ്തിൽ പോകണം സയ്യിദേ സാധ്യമതാണ് സോദരനെന്നുടെ ഉന്നതഹാരും സംഗതി അവനെ നബിയാക്കേണം സയ്യിദേ സാധ്യമതാണ് സോദരനെന്നുടെ ഉന്നതഹാരും സംഗതി അവനെ നബിയാക്കേണം ഹാറൂനും നബിയാണ് ഓതുന്നു റഹ്മാനേ ആദിവ്യ സന്ദേശമായി നബിയുള്ളാഹി ഇറങ്ങുന്നു പ്രിയപതി സഫൂറേയും പ്രസവിച്ച് കാണുന്നു കുഞ്ഞിനെ നോക്കുന്നു റബ്ബിൽ ഹംദോദുന്നു അല്ല പറയുന്നു, മൂസ ഈ രണ്ട് മുഅ്ജിസത്തുമായിട്ട് നീ ഫിറഔനിലേക്ക് പോകണം, മിസ്രിലേക്ക് പോകണം. എന്നിട്ട് റബ്ബുക്കുമുല്ലാഹി എന്ന് അവകാശപ്പെട്ട ആ അധികാരിയെയും അവന്റെ കിങ്കരന്മാരെയും അല്ലാഹുവിന്റെ പാതയിലേക്ക് ക്ഷണിക്കണം. മൂസ, നിങ്ങൾ നബിയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് നബിക്ക് വേണ്ടത് പ്രബോധനത്തിന് വേണ്ടത് പ്രസംഗിക്കാനുള്ള കഴിവാണ്. എന്റെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, തീന്റെ കറ്റ വായിലിട്ടത് കൊണ്ട് മൂസാ നബി സംസാരിക്കുമ്പോൾ ചെറിയ കക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടതുപോലെ പ്രസംഗിക്കാൻ മൂസാ നബി കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞു, അല്ലാഹ് എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല റബ്ബേ, പ്രബോധകന് വേണ്ട പ്രസംഗിക്കാനുള്ള കഴിവാണ്, സംസാരിക്കാനുള്ള കഴിവാണ്, അതെനിക്കില്ല. അതുകൊണ്ട് എന്റെ ഇച്ഛ ഹാറൂൻ അതിന് കഴിവുള്ളവനാണ്, എന്റെ ഇച്ഛ നബിയാക്ക റബ്ബേ. അല്ലാഹ് പറയുന്നു, മൂസ നിങ്ങളും നബിയാണ്, നിങ്ങളുടെ ജ്യേഷ്ഠൻ ഹാറൂനും നബിയാണ്. രണ്ടുപേരും ആ അധികാരിയായ ഫറോവയിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ പാതിയിലേക്ക് അവരെ ക്ഷണിക്കണം. മൂസ രണ്ടാളെ നബിയാക്കി. അല്ലാഹുമായി സംസാരം അങ്ങോട്ട് കഴിഞ്ഞ് ഈ അല്ലാഹുമായി സംസാരിക്കുമ്പോ തന്റെ ഭാര്യ സഫൂറ ഗർഭിണിയാണെന്നോ ഇത് പാതിരാത്രിയാണെന്നോ ഓർമ്മയില്ല. അങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് വരുമ്പോ ഓർമ്മ, അല്ലാ സഫൂറ ഗർഭിണിയാണ്, എന്ത് സംഭവിച്ചിരിക്കും? ഓടി ഇങ്ങനെ വന്നു നോക്കുമ്പോ സഫൂറ പ്രസവിച്ച് കിടക്കുന്നു. വല്ലാണ്ട് വിഷമത്തിൽ ബേജാറിലായി പോയി പെണ്ണെ. ഞാൻ അങ്ങനെ സഫൂറ പറഞ്ഞു, നിങ്ങളൊന്നും ബേജാറാക്കണ്ട, നിങ്ങൾ പോയപ്പോ സ്വർഗത്തിലുള്ള ഹൂർലിഷാൻ എന്ന പെണ്ണുങ്ങൾ ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്റെ പ്രസവത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് എന്നെയും കുഞ്ഞിനെയും കുളിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. സന്തോഷായി. അങ്ങനെ വെളിച്ചം വേണം. ഈ വെളിച്ചം പിടിച്ചിട്ട് തന്റെ ഭാര്യ, കുഞ്ഞു, വെള്ളാട്ടി, ആട്ടിൻകൂട്ടങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് മിസ്രിലേക്ക് ചലോ അങ്ങനെ മിസ്രിലേക്ക് പോവാ. മിസ്രിലേക്ക് പോയി നോക്കുമ്പോ 10-12 കൊല്ലം പോയ ആളല്ലേ, ആകെ നാട് മാറിയിട്ടുണ്ട്. റോഡൊക്കെ മാറിയിട്ട് പുരകളൊക്കെ അങ്ങനെയുണ്ടല്ലോ, 4 പാതയാക്കാം, 6 പാതയാക്കാം. അപ്പൊ കുറെ പാതകളൊക്കെ കൂടുമ്പോ മാറ്റം വരുമല്ലോ. അങ്ങനെ വന്ന് ആ വീട് എവിടെയാണെന്ന് അറിയുന്നില്ല, സ്ഥലം എവിടെയാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ചുരുക്കി ഞാൻ പറയട്ടെ,
പോയിട്ട് കണ്ടുപിടിച്ച് ഇമ്രാന്റെ പോര യോഹാനന്റെ വീട് ഹാറൂനും മറിയമും താമസിക്കുന്ന വീട് കണ്ടുകിട്ടി. പാതിരാ സമയത്ത് പോയിട്ട് ഉമ്മ അതാ പാതിരാ സമയത്ത് പാതിര നേരം നാരും പാവതിലോ സമയത്ത് മിസ്രിലെത്തി വീട് കണ്ടുപിടിച്ചു. വിളിച്ചു ഉമ്മ. ആര് മോനെ? യോഹാൻ. നമ്മുടെ ഇമ്രാൻ ഇപ്പൊ വാർദ്ധക്യ വയസ്സായി പെൻഷനായിട്ട് പുറകിൽ കിടക്കുക. പണിയൊക്കെ പോയിട്ടുണ്ട്. ആര് മോനെ? ആറുനെ ഉറക്കിലുണ്ട്. മറിയ ഉറക്കിലുണ്ട്. അപ്പൊ ഇമ്രാൻ കെട്ടി എന്നിന്റെയാണ് നീ വിളിക്കുന്നേ? അല്ല, എനിക്ക് ആരോ വിളിക്കും പോലെ കൂട്ടിയിട്ടു. നീ ഒരിക്കൽ ഉറങ്ങു പാതുക്കിനാവ് കണ്ടതാണോ? അല്ല, എനിക്ക് ആരോ വിളിക്കും പോലെ കേട്ട്. ഉമ്മ ആരോ വിളിച്ചു. നിങ്ങൾ എണിക്കണം. നിന്റെ അപ്പ നീ ഉറങ്ങാനങ്ങു തമ്പി. അല്ല, നിങ്ങൾ എനിക്ക് എന്താണ് ആരോ വിളിച്ച പോലെ കേട്ടല്ലോ. ആര് മോനെ? ഉമ്മ. ഓ, ഞാൻ മൂസയാണ് ഉമ്മ. വാതിൽ തുറക്കുമ്മ. ഇത് കേട്ട ഉമ്മ ഓടി വന്ന് വാതിൽ അങ്ങോട്ട് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? പ്രിയപ്പെട്ടവൻ മോശ, ഭാര്യ, ഒരു കുഞ്ഞി, ഒരു വെള്ളാട്ടി, ഒരുപാട് ആട്ടിൻകൂട്ടങ്ങൾ. ഇതെല്ലാം കണ്ട ഉമ്മ മകനെയും മരുമകളെയും പേരക്കുട്ടിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചോ. ഒപ്പയും കെട്ടിപ്പിടിച്ചു. ആറൂർ എഴുന്നേറ്റ് വന്നു, മറിയം എഴുന്നേറ്റ് വന്നു. എല്ലാവരും കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അകത്തങ്ങോട്ടിരുത്തി. കുടിക്കാൻ നാരങ്ങ വെള്ളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഉമ്മ, ഞാനിപ്പോ പണ്ട് പോയ ആ മോശമൊന്നുമല്ല. അപ്പൊ ഉമ്മ പറഞ്ഞു, ഒക്കുറ കാണുമ്പോ താടിയും തലയും കെട്ട് ഭയങ്കര അങ്ങനല്ല ഉമ്മ. പിന്നെ ഞാനിപ്പോ അള്ളാഹുവിന്റെ നബിയാണ് ഉമ്മ. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഉമ്മ. അൽഹംദുലില്ലാഹ്. ഉമ്മ ഞാൻ മാത്രല്ല, ജേഷ്ഠൻ ഹാറൂനെയും അള്ളാഹു നബിയാക്കിയിരിക്കുന്നു. ഇത് കേട്ട ഉമ്മക്ക് എന്ത് വേണം? രണ്ടാൺമക്കൾ, രണ്ടുപേരും നബിയാ.
നിങ്ങൾക്ക് എത്ര മക്കോ? 3 ആണ് 2 പെണ്ണു ഉസ്താദ്. ആണുപുള്ള 3 ആളും തുഫൈല. 3 ആണ് മക്കൊണ്ട് 3 ആളും ദുബൈല എന്ന് പറയുമ്പോ ഒരു ഫൗറില്ലേ? അവരുടെ ഹാല അവർക്കാണ് അറിയാം. അത് വേറെ വിഷയം. ഇത് 2 ആൺമക്കൾ 2 നബിയ. ഇത് കേട്ട ഉമ്മക്ക് സന്തോഷമായി, ആഹ്ലാദമായി. ആ ആഹ്ലാദം കുറെ നീണ്ടില്ല. മോശ പറഞ്ഞു, ഉമ്മ എന്നെയും ജ്യേഷ്ഠനെയും അല്ലാഹു നബിയാക്കിയിരിക്കുന്നു. ഉമ്മ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്കും ഹാറൂനിക്കും ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോകണം ഉമ്മ. എന്നിട്ട് അധികാരിയായ ഫറവയും അവന്റെ കിങ്കരന്മാരെയും അല്ലാഹുവിന്റെ പാതിലേക്ക് ക്ഷണിക്കണം ഉമ്മ. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, മോനെ അത് വേണ്ട, വേണം ഉമ്മ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മോനെ നിന്നെ കൊല്ലാൻ വേണ്ടി പട്ടാളവും പോലീസും ഇറക്കി പരുതിയിട്ട് നിന്നെ കിട്ടാത്തിൽ ആ ദുഃഖത്തിൽ അവർ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നീ ഫിറൗന്റെ മുമ്പിലേക്ക് പോകൽ അപകടമാണ് മോനെ, അതുകൊണ്ട് പോകരുത്. ഉമ്മ എനിക്ക് ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാലും എന്നെ പഴച്ച തമ്പുരാൻ എന്നെ നബിയാക്കി പറഞ്ഞയച്ച റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ പോകേണ്ട നിർബന്ധമാണ് ഉമ്മ. ഹാറൂനെ കൂട്ടി പോകണം. അങ്ങനെ കുളിച്ച് അല്പം ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സായി ഇബാദത്തെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു പോവാ. പുറപ്പെട്ടിങ്ങനെ പോകുമ്പോ പീടികയിൽ കുറെ ആൾക്കാരുണ്ടാവും. അത് ആറൂനല്ല, ആറൂന് മറ്റൊന്ന് ആർക്ക് വന്ന് ഗസ്റ്റ് ആർക്ക് പരിചയമില്ല, ആർക്കും ഗുരുത്തം കിട്ടുന്നില്ല. പക്ഷേ ആർക്കും ഗുരുത്തം കിട്ടുന്നില്ലെങ്കിലും ഹാറൂനും മൂസയും പോകുന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക്. അങ്ങനെ പോയി ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോ ആര് മറന്നാലും ഫിറഔന് മറക്കാൻ കഴിയില്ല. 25 കൊല്ലക്കാലം പാലും തേനും കൂട്ടിയിട്ട് വളർത്തിയല്ലേ. ഈ മോശയെ കണ്ട ഉടനെ ഫിറഔൻ ചാടി കിടന്നു. എന്നിട്ട് പറഞ്ഞു, മോശേ. അതിനു മുമ്പ് നമ്മളെ പ്രിയപ്പെട്ട സംഘാടകർ ഒരു ബക്കറ്റുമായി നിങ്ങൾ മുമ്പിലേക്ക് വരും. ഫിറഔന്റെ മുമ്പിൽ നിൽക്കുന്നു മൂസ. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. അതിന്റെ അടുക്കാണ് ബക്കറ്റുമായിട്ട് വരുന്നത്. എല്ലാം അറിയാം. എല്ലാവരും സഹകരിച്ചു ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും വരും. ഇത് സ്റ്റേറ്റ് ബസ് അല്ല, അത് ബന്നില്ലെങ്കുമായി. ഇത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. എല്ലാവരും സഹായിച്ചുകൊണ്ട് മഹത്തായ പരിപാടി വിജയിപ്പിക്കണം. നമുക്ക് ഇത് മാത്രം കേട്ടാ പോരാ. ബദ്ർ കേൾക്കണം, ഉഹുദ് കേൾക്കണം, ഹുനൈൻ കേൾക്കണം, യൂസഫ് നബി കേൾക്കണം. സ്ത്രീകളുടെ ഹരമായ യൂസഫ് നബി അലൈഹിസ്സലാം, സുലൈഖ ബീവിയുടെ ചരിത്രം അത് കേൾക്കണം. ഖന്ദഖ് കേൾക്കണം. അതുപോലെ യൂനുസ് നബി കേൾക്കണം, ഈസാ നബി കേൾക്കണം. ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കണമെങ്കിൽ എന്താണ് ഈ കേട്ടതിൽ നമ്മളെ ദഫ് കമ്മിറ്റിക്കാർക്ക് ദിഫായ റാത്തിബിന്റെ ആൾക്ക് നഷ്ടം വരാൻ പാടില്ല. നിങ്ങളൊക്കെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചുകൊണ്ട് വിജയിപ്പിക്കണം എന്ന് വിനയത്തോട് ആവശ്യപ്പെടുന്നു. എല്ലാ ഉസ്താദന്മാരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം. എല്ലാവരും മക്കളും കൊടുത്തു. അൽഹംദുലില്ലാ. എന്ത് കുട്ടികളായിട്ട് അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇത് വേറെ എടുത്ത് കുട്ടികൾ എന്താക്കുന്നറിയാൻ കുറഞ്ഞ ഐസ്ക്രീം കെട്ടിയ നമ്മളെടുത്ത് കുട്ടി കണ്ടില്ലേ ബക്കറ്റിലേക്ക്. അതാണ് ദീനുള്ള സ്നേഹം. അതൊക്കെ നിങ്ങളെ കണ്ട് മക്ക പഠിച്ചതാണ്. അൽഹംദുലില്ലാ. നീ പോകുമ്പോക്കില്ലേ ചില ആൾക്കാർ ഭയങ്കര ചിന്തിക്കുന്നുണ്ടാവും. എന്ത് ആ ഫിറഔൻ എന്താക്കിയേക്കുന്നു മൂസേ എന്ന്. ചില ആള് ഇങ്ങനെ ഉറങ്ങും പോലെ നീ പോയിട്ടാട്ടേ വിളിക്കണം. ചില പോകുന്നില്ലല്ലോ വിളിച്ചിട്ട്. അങ്ങനെ 32 കൊല്ലായി എല്ലാ കള്ളക്കണി പഠിച്ചു എല്ലാം പഠിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളൊക്കെ സഹകരിക്കണം എന്നറിയിക്കുന്നു. എന്റെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് വരും. നിങ്ങളാണ് സഹായിച്ചുകൊണ്ട് വിജയിപ്പിക്കേണ്ടത്. ഞാൻ അതിന്റെ ഇടയിൽ കുറെ കാര്യം സംസാരിക്കുന്നില്ല, സമയം പരിമിതമാണ്. ഇൻഷാ അല്ലാഹ് ഈ ധിക്കാരിയായ ഫറവയുടെ മുമ്പിലേക്ക് മൂസാ നബി ഹാറൂൻ നബി അലൈഹിസ്സലാം അങ്ങ് ചെന്നപ്പോ നാട്ടുകാർക്കെല്ലാം മറന്നെങ്കിലും ഫിർഔന് മറന്നിട്ടില്ല. ഫിർഔൻ കണ്ട ഉടനെ മൂസയോട് ചോദിച്ചടാ, മൂസേ, എടാ ദുഷ്ട, നീ പണ്ട് കിബിത്തിനെ കൊന്നിട്ട് ഓടിയല്ലടാ അല്ലേ? നിന്നെ തേടി ഞങ്ങൾക്ക് മടുത്തടാ. നീ എവിടെടാ?
മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. എന്ത് ഹാറൂനും അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മൂസേ എന്തല്ലടാ, നിന്നെ എല്ലാം പടച്ച് നിന്നെ സംരക്ഷിച്ച് വളർത്തി പോറ്റിയ റബ്ബ് അത് ഞാനാണ്. മൂസ പറഞ്ഞു, നീ റബ്ബല്ല, നീ റബ്ബിന്റെ ധിക്കാരിയായ ഒരു അടിമ മാത്രമാണ്, നീ റബ്ബല്ല. ഫിറോൻ ചോദിച്ചു, മൂസേ നീ കളിക്കുകയാണോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ കളിക്കുകയല്ല, നിന്റെ കളി കാണുകയാണ്. ഞാൻ കളിക്കുകയല്ല, നിന്റെ കളി ഞാൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഫിറോൻ ചോദിച്ചു, മൂസേ നമ്മൾ സമാധാനത്തിന് വിഷയം പറയാം, ആ വിഷയം പറയാം, എന്ത് മോശമില്ല. അല്ല, നീ റബ്ബിന്റെ അടിമയാണ്, പ്രവാചകൻ. അതെ, നിനക്ക് ഞാനില്ലാത്ത റബ്ബുണ്ടെന്നോ? അതെ. എന്താണ് തെളിവ്? എന്താണ് തെളിവ്? തെളിവ് വേണോ? ബിസ്മില്ലാ, ബടി അങ്ങോട്ട് എടുത്ത് താഴെ അങ്ങോട്ട് പിടിച്ച് ബടിയായി. പോരെ നീ നബിയാ? ഇതൊക്കെ മായാജാലങ്ങളാണ്. എന്നിട്ട് ഫിറോന് പറയുന്നു, മൂസ ഞാൻ സമ്മതിക്കല, എന്നെ സമ്മതിച്ചാൽ ഞാനല്ലാത്ത റബ്ബുണ്ടെന്നും ആ റബ്ബിന്റെ പ്രവാചകന്മാരെ നീയും ഹാറൂനാണെന്നും ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ എനിക്ക് എന്ത് തരും, എന്ത് കിട്ടും? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിനക്ക് വലിയ അധികാരം തരാം. ഫിറോൻ പറഞ്ഞു, എന്ത് അധികാരം? ഞാൻ വലിയ പടച്ചവനാ, അതിനാട്ടി വലിയ അധികാരം വേറെയില്ല. മൂസാ നബി പറഞ്ഞു, ഇപ്പൊ സമ്പത്ത് തരാം. എന്ത് സമ്പത്ത്? സമ്പത്ത് എനിക്ക് പുല്ല. ലക്ഷം ദിനാർ എന്റെ കയ്യിൽ സ്റ്റോക്ക്, സമ്പത്ത് എനിക്ക് വേണ്ട. മൂസാ നബി ആലോചിച്ച്, എന്ത് ഓഫർ ചങ്ങായി കൊടുക്കാം, എന്ത് ഓഫർ കൊടുക്കും? മൂസാ നബി പറഞ്ഞു, നിന്നെ ഞാൻ ബാല്യക്കാരനാക്കാം. ഇപ്പൊ നേരച്ചിട്ട് മുടിയെല്ലാം വെളുത്തിട്ട് കവളെല്ലാം ഒട്ടിയിട്ട് ഇപ്പൊ നിൽക്കാം. അതെല്ലാം മായ്ച്ച് നിന്റെ മുടിയെല്ലാം നല്ല കറുപ്പിച്ചിട്ട് നിന്റെ മുഖമെല്ലാം ഒന്ന് വീർപ്പിച്ചിട്ട് നിന്നെ കുട്ടപ്പനാക്കാം. ഇത് കേട്ടപ്പോ ഫിറോന് തോന്നി, ഇത് കൊള്ളാം. അങ്ങനെയുണ്ടല്ലോ, നമുക്കെല്ലാം ബാല്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ ആണെങ്കിലും എല്ലാവർക്കും ബാല്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫിറോൻ ചിന്തിച്ച് എന്നെ ബാല്യക്കാരനാക്കും, അത് നല്ല ഓഫറാണല്ലോ. അങ്ങനെ പണ്ട് നമ്മളെ നാട്ടിൽ ഒരു ഇച്ച മൈസൂർക്ക് പോയി, നിങ്ങൾക്കറിയോ കഥ? ബാല്യക്കാരനാക്കിയത് മൈസൂർക്ക് പോയി, പഴയകാലം. അങ്ങനെ മൈസൂർ പോയി നോക്കുമ്പോൾ വലിയ ബിൽഡിംഗ് എല്ലാം കാണുന്നു. ഇപ്പൊ നമ്മളെ ബാക്കിയുള്ള ബിൽഡിംഗ് ഉണ്ട്, പണ്ടില്ല. മൈസൂർ ബിൽഡിംഗ് കാണും. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഈ ലിഫ്റ്റ് ഫസ്റ്റ് ഇറങ്ങിയ കാലം, അങ്ങനെ ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ ഒരു ബോക്സ് താഴത്ത് ഒരു വയസ്സൻ കാക്ക അതിൽ കേറി, അത് മേലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോ ബാല്യക്കാരൻ, പോയ തൊണ്ടന് വന്ന ബാല്യക്കാരൻ. ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ ഒരു തൊണ്ടി, ഒരു കിളരി കേറി ലിഫ്റ്റ് മേൽപോട്ട് പൊന്തി താഴോട്ട് വന്നപ്പോ ബാല്യക്കാരൻ, പോയ തൊണ്ടി വന്ന ബാല്യക്കാരൻ. ഇയാൾ ചിന്തിച്ച്, ഈ ബോക്സിൽ കേറിയിട്ട് മോൾക്ക് പോയെങ്കിൽ വരുമ്പോ ബാല്യക്കാരാണ്. അങ്ങനെ അയാൾ ചിന്തിച്ചെന്തെന്നറിയോ? ഒന്ന് എനിക്ക്